അങ്ങനെ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് വെറൈറ്റി പീസാണ് നമ്മുടെ അടുത്തുള്ളത്. നമ്മൾ ഇന്ന് ഇത്രയും ദിവസം നമ്മൾ 4 പേരിലുള്ള വണ്ടിയുടെ വീഡിയോയും കൊണ്ടാണ് വന്നിട്ടുണ്ടെന്ന് വെച്ചത്. അത്രയും നമ്മുടെ കൊക്കിൽ ഒതുങ്ങുള്ളായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഒരു 16 വീല് സാധനം. ഇന്ന് നമ്മുടെ കൂടുതലുള്ളത് ഭാരത് ബെൻസ് ആട്ടാ. ഈ കിടക്കണ മുതലാണ് ഇത്. നമ്മള് സാധനങ്ങൾ എടുക്കാൻ തന്നെ യാർഡാണ്. യാർഡിലേക്ക് എടുത്തേക്കണ വണ്ടിയാട്ടോ. സമീൻ ജാസ് എന്നാണ് യാർഡിന്റെ പേര്. അപ്പൊ അവരെടുത്തേക്കണ വണ്ടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇവന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണാട്ടാ. എന്റെ അമ്മ എന്തായാലേ ഞാൻ ഇതിന്റെ കൂടെ നിൽക്കാൻ നേരത്തെ ഒരു ആനപ്പാപ്പാനെ നിൽക്കും പോലത്തെ ഒരു ഫീല് കിട്ടും. കണ്ടേ ഇതിന്റെ വീലിന്റെ അത്ര ഉള്ളു ഞാൻ. ഇതാണ് നമ്മൾ ആ പറഞ്ഞ മുതല്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ പരിപാടി തുടങ്ങും പോലെ തന്നെ അങ്ങോട്ട് നോർമലി സ്റ്റാർട്ട് ചെയ്യാൻ പോലെ നമുക്ക് വണ്ടിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ഏരിയയാണ് അവിടെ കൊടുത്തേക്കുന്നത്. മേളിൽ ഇരിക്കുമ്പോഴത്തേക്കും താഴത്തുകൂടി പോകുന്നവന്മാരെല്ലാം ഉറുമ്പിനെ പോലെ ഇരിക്കും കേട്ടോ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ആയിട്ട് 2 ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ കൊടുത്തേക്കുന്നതിന്റെ കാര്യം ഇവിടെ കയറി നിന്നിട്ട് ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഒരു ഏരിയ കാര്യങ്ങളൊക്കെ വന്നേക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഭാരത് ബെൻസിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഭാരത് ബെൻസിന്റെ എംബ്ലം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള എംബ്ലമാണ്. ഇവിടെ ആയിട്ട് എയറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു എയറിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ആ ഒരു ലുക്ക് നോക്കിയേ അടിപൊളിയായിട്ട്. ഇതിന്റെ ഷേപ്പ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷേപ്പാണ് ഈ ഒരു വണ്ടിയുടെ. അടിപൊളിയാണ്. ഇത്രയും വലിയൊരു വണ്ടിയാണെങ്കിൽ പോലും കാണാനായിട്ട് വളരെ മനോഹരമാണ്. ഇനി സ്റ്റിക്കർ ഇതേപോലെ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇതേപോലെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യുമായിരിക്കും. റൈറ്റിമേ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇറച്ചി വയ്ക്കും കേട്ടോ. ഇവിടെ ആയിട്ട് വേറൊരു എയറിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കാലി വിട്ടാനുള്ള ഒരു ഏരിയ കയറി നിന്നിട്ട് ഗ്ലാസ് കഴുകാനും പിടിക്കാനൊക്കെയാണ്. മേളിലൊരു ഗ്ലാസ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിന്റെ മുമ്പിൽ, പക്ഷെ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ആരെങ്കിലും വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റത്തില്ല ഡ്രൈവറിനെ അവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ആ ഗ്ലാസ് കൊടുത്തേക്കുന്നത്. ആ ഗ്ലാസ് വഴി താഴത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ ആ ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ താഴത്തുണ്ടെങ്കിലും ഉണ്ടാകില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് ഏരിയയിൽ വലിയ കാര്യത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു തൊപ്പി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല സെറ്റപ്പാണ്. കാണാനായിട്ട് ഭയങ്കര രസമാണ് ഈ ഒരു വണ്ടി കാണാനായിട്ട്. ഇവിടെ ഒരു കവിള് കൊടുത്തേക്കണം നോക്കിയാൽ. ഇവിടെ ഒരു നമ്മുടെ ഒരു എയറിൻ്റെ ആണ് ഈ ഒരു കാണുന്ന പോർഷനൊക്കെ. അതെ നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഒക്കെ ഹാലജൻ ബൾബാണ് ഹെഡ്ലൈറ്റ് യൂണിറ്റ്. ഇവിടെയായിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ വണ്ടിയിലൊക്കെ നമ്മൾ റിഫ്ലക്ടർ ഒട്ടിച്ച് വെക്കുകയാണ്. ഇത് റിഫ്ലക്ടർ ഒരു ബാഡ്ജായിട്ട് തന്നെ ആട്ടോ വന്നേക്കണം. നമ്മുടെ ഈ നെറ്റൊക്കെ വന്നേക്കുന്ന യൂണിറ്റിലൊക്കെ ഇത് കണ്ട ഒരു റബ്ബർ ബുഷോട് കൂടിയിട്ടാണ് ബുഷൊക്കെ വന്നേക്കുന്നത്. വൈറ്റും ബ്ലാക്കും ആണ് കോമ്പിനേഷൻ വന്നേക്കണം കേട്ടോ. അതിന്റെ താഴത്ത് വേറെ ഒന്നുമില്ലേ. നമ്പർ പ്ലേറ്റ് ഏരിയ ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് മെറ്റൽ പാഴ്സ് ആണെന്ന് തോന്നുന്നു. മെറ്റൽ പാഴ്സ് ആണ്. അത് കട്ട് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. ഇവിടെ ആയിട്ട് ഭാരത് 6+ എന്നൊരു ബാഡ്ജിങ് ഉണ്ട്. നമ്മൾ ഇതുവഴി ചവിട്ടിയാണ് മേലിലേക്ക് കയറുന്നത് കേട്ടോ. ഇവിടെ ആയിട്ട് ഇറക്കി നീളത്തിലുള്ളൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ വണ്ടിയല്ലേ, അത്യാവശ്യം നല്ല വീതിയിലുള്ള റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ കൊടുക്കണം. എന്നാലേ വെട്ടടിക്കാനത്ത് കാണാൻ പറ്റുള്ളൂ. ഭയങ്കര വെയിലാണ്. പിന്നെ അവിടെയും താഴത്തേക്കുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതും കാണാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ വന്നിരിക്കുന്ന ആളുകളെയൊന്നും കാണാൻ പറ്റില്ല ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട്. അതുകൊണ്ടാണ് അവിടെയും മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ലൈറ്റ് അല്ല, മറ്റേ നമ്മുടെ മേലിൽ നമ്മുടെ AC-ൻ്റെ ഒക്കെ മേലിലൊക്കെ വെക്കല്ലേ, ടെസ്റ്റിനൊക്കെ കൊണ്ടുപോകുന്നതിന് മുമ്പ് 2 ഉണ്ട ലൈറ്റ്, അതേപോലത്തെ ലാനം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ സാധിക്കുന്ന 2 മിററുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മാറി നമ്മുടെ വീൽ ഏരിയയാണ് ഈ കാണുന്നത്. എന്താ അല്ലേ എത്ര വലിയ അടിപൊളി ഒരു വീൽ ഏരിയ ആട്ടെ. എത്ര വോൾട്ട് വന്നിട്ടുണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 വോൾട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ആഡ് ബ്ലൂവിന്റെ ടാങ്ക് വന്നിട്ടുണ്ട്. എല്ലാ വണ്ടിക്കും ആഡ് ബ്ലൂ കൊണ്ട് വെക്കാനുണ്ടല്ലോ. ദൈവമേ, ഈ ആഡ് ബ്ലൂ വെച്ചിട്ടും വണ്ടിയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ആഡ് ബ്ലൂ വെച്ചാലും ആഡ് ബ്ലൂ വെക്കുമ്പോഴത്തേക്കും പൊല്യൂഷൻ കുറവും. പൊല്യൂഷൻ കുറയാൻ നേരത്ത് ആ ആഡ് ബ്ലൂ തന്നെ വണ്ടിക്കൊന്നും അങ്ങനെ പൊല്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് കമ്പനി നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ആഡ് ബ്ലൂവിന് നമ്മൾ മെയിൻ്റെനൻസും കൊടുക്കുകയും ചെയ്യണം, പോരാത്തതിന് നമ്മൾ പൊല്യൂഷൻ എടുക്കുകയും ചെയ്യണം. എന്താ അവസ്ഥ. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ബാറ്ററി യൂണിറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇവര് രണ്ടാമത് സാധനങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട ബാറ്ററി യൂണിറ്റ് ഒക്കെ അങ്ങോട്ട് മാറ്റാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എയർ ഫിൽറ്ററിന്റെ കുഴലൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പിനിയുടെ പിടുത്തമൊക്കെ വന്നേക്കുന്ന സംഭവം കേട്ടോ. സ്റ്റെപ്പിനെയൊക്കെ തൂക്കിയിട്ടേക്കണം. അതുവഴി ആ ഒരു ഈ ഒരു കേബിള് കണ്ട കേബിള് ഇതുമേ കൂടി ചുറ്റിയാണ് വന്നേക്കുന്നത്. അത് ഇവിടെ ലോക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
പുറകിലേക്ക് വരുമ്പോഴത്തേക്കും വേറൊരു ടേണിംഗ് റേഡിയസ് ഉള്ള വീല്. ഇവിടെ ആയിട്ട് നമ്മുടെ ടാങ്ക് യൂണിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇൻഡിക്കേറ്റർ ആ ഇതുമേ തന്നെ ചെയ്ത് കണ്ട ചെറുതായിട്ടൊരു പട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവര് രണ്ടാമത് വെച്ച് വെൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. സംഭവം സെറ്റപ്പ് ആട്ടോ. ഇതിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ 16 വീലില് ആ ബാക്കിയുള്ള വീല് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ലീഫ് ഇരിക്കണം നോക്കിയേ. സാധാരണ നമ്മുടെ ചെറിയ വാഹനങ്ങൾക്കകത്ത് വന്നത് നേരെ മേളിലേക്ക് ഇങ്ങനെ വള്ളം പോലെ ഇരിക്കുന്നത്. ഇത് നേരെ തിരിഞ്ഞായിരിക്കുന്നത്. കണ്ടോ, താഴത്തേക്ക് വന്നേക്കുന്നത്. അതിൽ ജെൽറ്ററ്റ് വന്നിട്ടുണ്ട്. ലൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാ വണ്ടിക്കതും കവർ ചെയ്യണം നല്ലതായിരിക്കും. എന്തെങ്കിലും മറ്റേ പാറക്കല്ലൊക്കെ നമ്മൾ കുത്താൻ നേരത്ത് വന്ന് അടിച്ചുകൊണ്ട് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. ഭാരത് ബെൻസിന്റെ ഒരു എംബളം, റിവേഴ്സ് ക്യാമറ ഇവിടെയായിട്ട് വന്നിട്ടുണ്ട്. ഇതും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചിരുന്ന കൊള്ളായിരുന്നു എന്ന് തോന്നുന്നു. ഇത് പുറത്തേക്ക് തള്ളിയിരിക്കാനല്ല. എന്തെങ്കിലും സാധനം അടി വീണാലും വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്ത് ബാക്കിലേക്ക് എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയായിട്ട് ആട്ടോ ബാൻ ട്രക്കിംഗ് എന്ന് പറഞ്ഞൊരു ബാജിങ് കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമില്ല. ടെമ്പററി നമ്പർ പ്ലേറ്റ്. ഇവിടെയായിട്ട് നമ്മുടെ സൈലൻസർ വന്നിട്ടുണ്ട്. സൈലൻസറിന്റെ ഒരു ഷേപ്പ് ഇവിടെ ഉണ്ട്. സൈലൻസറിന്റെ കുഴൽ ഇവിടെ വന്നിട്ട് അതിന്റെ എയർ നേരെ താഴത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചായ്വ് കൊടുത്തേക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. ഇവിടെ ആയിട്ട് അത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു യൂണിറ്റ് ഫുള്ള് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധിക്കാം ഇത് കണ്ട നമ്മൾ ഹൈഡ്രോളിക് ഇരിക്കുന്ന ഈ ഒരു സംഭവത്തിലാണ് ഈ കളി മൊത്തം നടക്കുന്നത്. ഇത് അവൻ ഒറ്റടുത്തിനാണ് ഇത് മേലിലേക്ക് പൊക്കിയും തത്തി എല്ലാം ചെയ്യുന്നത്. അത്രയും എത്ര ടൺ ഉണ്ടെങ്കിലും ആ ടണ്ണ് മൊത്തം പിടിക്കണം ആ ഹൈഡ്രോളിക് അല്ല കേട്ടാ. ഇതാണ് നമ്മുടെ താക്കോലിട്ടാ. നമുക്ക് താക്കോലിട്ടിട്ട് വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാം. അടിയൊക്കെ എൻ്റെ പൊന്നെ, എന്നെ പോലുള്ള ഒരാൾക്ക് ഇത് ഇച്ചിരി പാടായിരിക്കും. രണ്ടുപേര് വേണമെങ്കിൽ ഡോറ് നിൽക്കാനായിട്ടാ. മേളിലേക്ക് കയറാൻ നേരത്ത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ചവിട്ടണം. അതെൻ്റെ ഇവിടെ ചവിട്ടണം. എന്നിങ്ങനെ ഇതിൻ്റെ മേളിലേക്ക് കയറണം. എൻ്റെ അമ്മ ഇത് ശ്രദ്ധിച്ചേ, കണ്ടോ ഈ സീറ്റ് കാണിച്ചടാ. പുള്ളി ഏറാണ് ഈ സംഭവം. വണ്ടി ഓടി പോകുന്നതില്ലേ ഇങ്ങനെ ഒഴുകി പോകുമ്പോഴേക്കും കൈ ഒന്ന് കയറിയ പുളിക്കായിരുന്നു. ഒന്ന് തന്നെ ഇതിന്റെ അകം മൊത്തം കാണിച്ചു തരാം. എന്റെ ദൈവമേ പേശായി അയ്യേ. അതാരുടെ പാട്ടൊക്കെ ഇട്ടുണ്ടോ? ആ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്. എന്താ അല്ലേ സെറ്റപ്പ് നോക്കിയേ. ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നോക്കൂ. അയ്യോ, ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു വലിയ വണ്ടി ആയതുകൊണ്ടും ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോട്ടല് 10 ഗിയർ ഉണ്ട് നോക്കിയേ. അടിപൊളി. ഹാൻഡ് ബ്രേക്ക് സംഭവമൊക്കെ ആയിരിക്കും. പുറകില് കിടക്കാനുള്ളൊരു അത്യാവശ്യം വലിയൊരു യൂണിറ്റ് തന്നെ ഉണ്ട് കേട്ടോ. എന്താല്ലേ ഈ AC ക്യാബിൻ ആയതുകൊണ്ട് അധികം വിഷയമൊന്നുമില്ല. അതായത് നമുക്ക് നല്ല രീതിക്ക് കൊണ്ടു നടക്കാൻ പറ്റും. 2 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ്. ബാക്കിൽ 2 അല്ല 3 5-6 പേർക്ക് കിടക്കാം അതിനകത്ത് കയറി മൊത്തത്തിൽ. ഇതാണ് നമ്മുടെ AC വിൻ്റെ കാര്യങ്ങളൊക്കെ. നടക്കാൻ ചെയ്യാം. പക്ഷെ AC വിൻ്റെ ഒക്കെ ഇത്രയും വലിയ വണ്ടിയായിട്ട് ഒരു ക്വാളിറ്റി തോന്നിക്കുന്നില്ല കേട്ടോ. ഇതുമേലും മറ്റേ സാധനം തൂത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ക്ലേസിങ് കിട്ടാൻ വേണ്ടിട്ട്. ഇവിടെയായിട്ട് നമ്മുടെ ഫയറിന്റെ സംഭവവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഉമ്മാരി വണ്ടിയായിട്ട് നല്ല പാക്ക് നോക്കും. മീറ്ററിന്റെ സംഭവമൊക്കെ ഇവിടെ വെച്ചേക്കണുണ്ടാ. മീറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു സ്റ്റോറേജ്, ഇവിടെ ഒരു സ്റ്റോറേജ് ഇല്ലല്ലേ, ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. സ്റ്റോറേജ് ഉണ്ട്, വേറൊന്നുമില്ല. ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. ഇതിനകത്ത് പാട്ട് പെട്ടി ഇല്ലല്ലേ? ആ ഉണ്ടല്ലേ, അതേ ഉണ്ട്, പാട്ട് പെട്ടി ഉണ്ട്. പാട്ട് പെട്ടി ഉണ്ട്. ലൈറ്റ്, ഒരു കർട്ടൻ വന്നിട്ടുണ്ട്. കൊള്ളാം. ഇതിന്റെ ആ ഒരു രീതി നോക്കിയാൽ നമ്മുടെ സ്റ്റിയറിംഗ് റാഡ് പോണ ആ ഒരു വഴിയാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് കാണുന്നുണ്ട്, ഈ സ്റ്റിയറിംഗ് റാഡ് പോണ വഴിയാണ്. അപ്പൊ എക്കോ മോഡും പവർ മോഡൊക്കെ ഇരിക്കണ ഇപ്പറേക്കെ പരിപാടിയൊക്കെ. ഇതാണ് നമ്മുടെ ഹോൺ തന്നെ കേട്ടോ. ഈ ചുമല എന്ത് കണ്ട അങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ വൈപ്പർ യൂണിറ്റ് അങ്ങോട്ട് തിരിക്കാൻ പിടിക്കുകയും ചെയ്യണം. ഇൻഡിക്കേറ്റർ ഇതുമ്പോൾ തന്നെയാണ് വന്നത് കണ്ട. ഫ്രണ്ടിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കളിയും ഇങ്ങോട്ട് കളിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് കളിയും ബാക്കിലേക്ക് കളിയാ ഇൻഡിക്കേറ്റർ ആവും. ഇതുമേ പിടിച്ച് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈപ്പറിന്റെ യൂണിറ്റ് പോകും. അതെല്ലാം ഒരൊറ്റ ആ ഒരു സ്വിച്ച്, നമ്മുടെ ഈ സ്വിച്ചിൽ തന്നെ കൊടുത്തേക്കണം. അടിപൊളിയായത് കണ്ട. എക്കോ മോഡിന്റെ പവർ മോഡിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാണ് കാണിച്ചിട്ടുണ്ട്. പവറിലാകുമ്പോഴത്തേക്കും നമ്മുടെ കയറ്റം കയറാനൊക്കെ നിസ്സാരമായിട്ട് സാധിക്കും. അന്നേരം ഫ്യൂവലിന്റെ പരിപാടി ഇച്ചിട്ട് കുറയും. എക്കോ മോഡില്
ഫ്യൂവല് കൂടുതൽ കിട്ടുകയും ചെയ്യും. അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി ഓടിച്ചിട്ട് നടക്കാം. നോർമലായിട്ടുള്ള പ്രതലത്തിൽ മാത്രമേ ഈ അക്കോമഡേറ്ററിന്റെ ഓടിക്കുള്ളൂ കേട്ടോ. ഫ്യൂവല് കൂടുതൽ കിട്ടുകയും ചെയ്യും അക്കോമഡേറ്റർ കൊണ്ട് ഓടിച്ചിട്ടുണ്ടെങ്കിൽ. പവർ ആകുമ്പോഴത്തേക്കും ഫ്യൂവല് കുറച്ചുകൂടി അത് വണ്ടി വലിക്കും. നമ്മളിവിടെ ഇതുണ്ട, നമ്മൾ തിരിക്കണനുസരിച്ചിട്ട് മേളിലേക്ക് അപ്പ് ചെയ്യാൻ ഡൗൺ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇതുണ്ട, ലിഫ്റ്റ് ചെയ്യാനായിട്ടും ബാക്കിലേക്ക് വന്ന് കിടക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ സീറ്റൊക്കെ കയറി നിന്നപ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാ കേട്ടോ ഇങ്ങനത്തെ ഒരു മറ്റേ എയർ സീറ്റുള്ള വണ്ടിക്കകത്ത് കയറിയിരിക്കുന്നത്. കണ്ട അടിപൊളി, ഒരു സൗണ്ടും കേൾക്കണുണ്ട് അതിനകത്ത്. നമുക്ക് ഇനി ഇന്ന് താഴത്തേക്ക് ഇറങ്ങിയേക്കാം. ഇതിനകത്ത് നിന്ന് ഇറങ്ങണ കാര്യമൊക്കെ പാടും. എന്റെ പള്ളി അടച്ചിട്ടേക്കാം. എങ്ങനെയുണ്ട് സാധനം? ഇന്റീരിയറൊക്കെ പൊളിയാട്ടോ, വൻ സീനാണ്. ഇതിന്റെ ഈ കവിളാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ ഈ വണ്ടിക്ക് ഒരു അഴക് കൊടുക്കുന്ന ഇതിന്റെ ഒരു കവിള് തന്നെയാണ്. അപ്പൊ ഇത്രയുള്ള ഇതിന്റെ വിശേഷങ്ങളൊക്കെ. നമുക്ക് കൂടുതലും ചെറിയ വണ്ടിയായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള പരിചയം മാത്രമല്ല കേട്ടോ, വലിയ വണ്ടിയായിട്ട് നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ഷമിക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയെ പരിഹരിക്കാം. നമുക്ക് എന്തായാലും ഇനി എന്തായാലും നമുക്ക് വലിയ വണ്ടികളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 2-3 സ്ഥലത്ത് നമുക്ക് വലിയൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളി പറഞ്ഞു തരാവുന്ന രീതിയിൽ ആക്കാൻ നമുക്ക് പരിപാടിയൊക്കെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ ദ വൈ, വെയിലാണ്.